നമ്മുടെ ഇടയിൽ പലർക്കും ശ്വാസകോശ ക്യാൻസർ അസുഖം കണ്ടുവരുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന 7 ലക്ഷണങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അത് ശ്വാസകോശ ക്യാൻസർ ആവാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന 7 ലക്ഷണങ്ങൾ നിങ്ങളിലോ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ ബന്ധുക്കളിലോ നാട്ടുകാരിലോ ചുറ്റുവട്ടങ്ങളിൽ ആർക്കെങ്കിലും കാണുവാൻ ഇടയായാൽ ഉടനെ ഒരു ഡോക്ടറെ കാണിക്കുക. ഒട്ടുമിക്ക ക്യാൻസർ രോഗങ്ങളെയും തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ അതിനെ തടയാൻ കഴിയും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ക്യാൻസറുകളിൽ പലതും ലക്ഷണങ്ങൾ വെച്ച് തുടക്കത്തിലെ കണ്ടെത്താൻ കഴിയാത്തതാണ് എന്നതാണ് വസ്തുത. ചിലരാകട്ടെ രോഗനിർണയം നടത്തുന്നതിൽ പോലും പരാജയപ്പെടുന്നുണ്ട്. ശ്വാസകോശ ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസകോശാർബുദത്തിന്റെ ചില ലക്ഷണങ്ങളും പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. 2018 ഗ്ലോബോകാൻ പഠനം അനുസരിച്ച് ഇന്ത്യയിലെ പുരുഷന്മാരിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ക്യാൻസറാണ് ശ്വാസകോശാർബുദം. ഏകദേശം 48,000-ഓളം പേർക്ക് 2018 രോഗം പിടിപെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ വലിയ ഒരു സംഖ്യ സ്ത്രീകളിലും ഈ രോഗം കണ്ടെത്തിയിരിക്കുന്നു. പുകവലി തന്നെയാണ് ശ്വാസകോശാർബുദത്തിന് കാരണമാകുന്ന ഏറ്റവും പ്രധാന ഘടകം. കൂടെ വായുമലിനീകരണം, എയറോസോൾ എന്നിങ്ങനെ പല കാരണങ്ങളും ഇതിൽ പെടുന്നു. നമുക്ക് ശ്വാസകോശത്തിന്റെ പ്രാധാന്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ശ്വാസകോശത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചാൽ രോഗം കണ്ടെത്താനും ചികിത്സിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന പോലെയും പറയുന്നത്. ഇനി ഞാൻ ഇവിടെ പറയുന്ന ലക്ഷണങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ വേണ്ട രീതിയിലുള്ള വൈദ്യസഹായം ഉടനടി തേടേണ്ടതാണ് എന്നും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. 1. നിർത്താതെയുള്ള അതിഭയങ്കരമായ ചുമ. ഇതിനെ നിസ്സാരമായി ആരും കാണരുത്. അത് ചിലപ്പോൾ ശ്വാസകോശാർബുദത്തിന്റെ ആവാൻ സാധ്യതയുണ്ട്. നിർത്താതെ ചുമച്ചാൽ ക്യാൻസർ വന്നു എന്നല്ല, ഉടനെ ഡോക്ടറെ കാണിച്ച് സംശയ നിവാരണം ചെയ്യേണ്ടതാണ്. ചിലർക്ക് അലർജി കൊണ്ട് ഇങ്ങനെയുള്ള ചുമ ഉള്ളതുകൊണ്ട് ഇതിനെ കാര്യമാക്കാറില്ല. അത് തെറ്റാണ്. നിർത്താതെയുള്ള അതിഭയങ്കരമായ ചുമ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ ഉടനെ കാണിക്കേണ്ടതാണ്. ഇനി രണ്ടാമതേ പറയുകയാണെങ്കിൽ ചുമയ്ക്കുമ്പോൾ രക്തം വരിക. ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തുമ്മുമ്പോൾ നിറവ്യത്യാസം ഉണ്ടെങ്കിലും ഉടനടി പരിശോധന നടത്തേണ്ടതാണ്. ഇനി മൂന്നാമതേ പറയുകയാണെങ്കിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ചെറുതായിട്ട് ഒന്ന് നടക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന കിതപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതായി പറയുകയാണെങ്കിൽ ശ്വാസ തടസ്സവും ചുമയും മൂലം നെഞ്ചുവേദന ഉണ്ടാവുക. ഇതും ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണമാണ്. ഇനി അഞ്ചാമത് പറയുകയാണെങ്കിൽ ഒരു കാരണവുമില്ലാതെ ശരീരഭാരം പെട്ടെന്ന് കുറയുക. ഈ അവസ്ഥയും രോഗലക്ഷണമാകാം. ആറാമതായി പറയുകയാണെങ്കിൽ ശബ്ദത്തിന് പെട്ടെന്ന് മാറ്റം വരിക. ഇതും ആരും ശ്രദ്ധിക്കാതെ പോകരുത്. ഇനി ഏഴാമതായി പറയുകയാണെങ്കിൽ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക. പിന്നെ വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. ഞാൻ മേൽപ്പറഞ്ഞ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസർ പിടിച്ചു എന്ന് സ്വയം തീരുമാനിച്ചേക്കരുത്. ഇതിൽ ചില ലക്ഷണങ്ങൾ മറ്റു പല രോഗങ്ങൾക്കും കാണിക്കാറുമുണ്ട്. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഉള്ളവർ സ്വയം തീരുമാനമെടുക്കാതെ ഉടനെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്വാസകോശ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണണമെങ്കിൽ കൂടെ ബെല്ലൈക്കണും അമർത്തുക. എന്നാലേ ഞാൻ പുതിയതായി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് ഉടനടി നോട്ടിഫിക്കേഷൻ നൽകുകയുള്ളൂ. ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ തരുവാൻ വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള ബെല്ലൈക്കൺ അമർത്തണം എന്ന് ഞാൻ പറയുന്നുള്ളത്. ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ എല്ലാവരിലും എത്തിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാവട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ ഐ കം വിത്ത് എനി വീഡിയോ, ദിസ് ആശ്വിൻ തലങ്ങര മുഹമ്മദ് സൈനിങ് ഓഫ്.